പാടച്ചട്ട കൊടുത്തിട്ട് പുതുമാരൻ ചമയ്ന്നിട്ട് പുറത്ത് കൂടിടലായി അലിപ്പുലി ആണാക്കിനാവിൽ കണിയാകുമോ നീ കാണുന്നില്ല. ചങ്ങാമാരെ, ഞാനിന്നുണ്ടല്ലോ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഒരു കലാകാരനെ നിങ്ങളുടെ മുന്നിലോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കണ്ടോ. എൻ്റെ അയൽനാട്ടുകാരനായിട്ടുള്ള കുഞ്ഞോളം സ്വദേശിയായിട്ടുള്ള സഫ്വാൻ എന്ന ഒരു കുഞ്ഞു കലാകാരനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നത്. ആൾ കുഞ്ഞെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയല്ല, വലിയ ആളാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മനോഹര ഗാനങ്ങളോട് നമ്മൾ കടക്കാൻ പോവുകയാണ്. എന്തായാലും നിങ്ങൾ അതിശയിപ്പിക്കുന്ന നല്ല ഇമ്പമുള്ള പാട്ടുകളായിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മളെ കലാകാരനെ തേടി ഞാൻ എത്തിയിരിക്കും നമ്മുടെ കീശ്ശേരിയുള്ള സ്റ്റുഡിയോയിലാട്ടോ. അപ്പോൾ ആളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. മുത്തേ, എന്തെല്ലാം വിശേഷങ്ങൾ? നല്ല വിശേഷം അല്ലേ? അപ്പോൾ നീ പാട്ടുകാടെന്ന് പറഞ്ഞിട്ട് വന്നാട്ടോ, നല്ല പാട്ടുകാരനാന്ന് അറിഞ്ഞുകൊണ്ട് വന്നാണ്. പേരൊന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ? എൻ്റെ പേര് മുഹമ്മദ് സഫ്വാൻ. കീശ്ശേരി കുഞ്ഞോളാണ് വീട്. കുഞ്ഞോളാണ് വീട് അല്ലേ? ഇപ്പോൾ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പാടിയിരുന്നു മുന്നേ? പണ്ട് ചെറിയ കുട്ടിയെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാടിയിട്ടുണ്ട്. ഇപ്പോൾ സംഗീതം പഠിക്കുന്നുണ്ടോ? ഇല്ലല്ലേ? സംഗീതം അങ്ങനെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതൊക്കെ ടൈപ്പ് പാട്ട് പഠിച്ചിട്ടുണ്ടോ? മാപ്പിള പാട്ട് പഠിച്ചിട്ടുണ്ട്. ആദ്യം നമ്മളെ സ്മാരകത്തിൽ 6ാം ക്ലാസ് പഠിക്കുന്ന ടൈമിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? വെള്ളില ബുക്ക് മാഷെടുത്ത്. പിന്നെ ഇപ്പോൾ അരീക്കോട് ഷിഹാബ് അരീക്കോട് എന്ന് പറയുന്ന അടുത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് പാട്ടുകളാണ് ഇപ്പോൾ പാടാറുള്ളത്? മാപ്പിള പാട്ടാണ് നമ്മളെ തുടക്കം അല്ലേ? പിന്നെ പാടലുണ്ട്, മെലഡി, ഹിന്ദി മെലഡി എല്ലാ പാട്ടും പാടാറുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പ്രോഗ്രാമിലോട്ട് പോവാട്ടോ. പിന്നെ എത്ര വർഷമായി ഇപ്പോൾ ഈ പാട്ടിലോട്ടൊക്കെ ഇറങ്ങിയിട്ട്? പാട്ടിലോട്ടെന്ന് പറയുമ്പം 4ാം ക്ലാസ് മുതൽ ഇങ്ങനെ പാടി തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും പാട്ട് വൈറലായത് ഏതെങ്കിലും ഉണ്ടായിരുന്നോ? വൈറൽ അങ്ങനൊന്നുമില്ല. ഇല്ലല്ലേ? അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ വൈറലാക്കാൻ കഴിയുന്നുള്ള ശ്രമം നടത്തി കേട്ടോ. അപ്പോൾ എന്തായാലും സഫാൻ നല്ലൊരു ഗായകനാണ്. നല്ലൊരു അടിപൊളി പാട്ടിലൂടെ നമുക്കിത് തുടങ്ങിയാലോ സഫാനെ? ഓക്കെ നമുക്ക് ഏത് നല്ലൊരു മാപ്പിള പാട്ടിലൂടെ തുടങ്ങല്ലേ? ഓക്കെ. പാടച്ചട്ട കൊടുത്തിട്ട് പുതുമാരൻ ചമയ്ന്നിട്ട് പുറത്ത് കൂടിടലായി അലിപ്പുലി പൂവിക്കിണങ്ങുവതാ സുഹൃബത്തൂക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാമിൻ്റെ സന്തോഷ പൊന്തുൾ ചന്തം മുന്തിര സുന്ദരി ചന്ദിര ശോഭി സൂര പൊരുൾ കസൂര അഹമ്മദ് പുണർந்த സുഗന്ധ വല്ലി മികந்த പൂകந்த കന്നി ആരംഭ നബിക്കിമ്പം ഫാത്തിമത്ത് സുഹറ ലക്ഷണം വച്ചൊരു റോജ മിക മിക തിക സത്യ അലി ഹോജ തരുൾ ബുഷ്റ നബി തൻ പൊരുൾ മകൾ സുഹറ. പാട്ട് ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി പാട്ടായിരുന്നു. പരിചയപ്പെടുമ്പോൾ തന്നെ എന്താ ഇപ്പം ജോലി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ജോലി പഠിക്കാണ്. ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ TTC കോഴ്സ് ചെയ്യാണ് മലപ്പുറത്ത്. പിന്നെ ഈ പാട്ടല്ലാതെ മറ്റെന്തെങ്കിലും തൊഴിലുകൾ ചെയ്യുന്നുണ്ടോ? പാട്ടല്ലാതെ മ്യൂസിക് മിക്സിങ്. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ആണ്. അവിടെ മിക്സിങ് എഡിറ്റിംഗ് വർക്ക് ചെയ്യലുണ്ട്. സമയങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ഗാനത്തിലോട്ട് പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഇനി അടുത്ത ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ല സിമ്പിളായിട്ടുള്ള? ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിംഗറാണ്. മലയാള ആൽബത്തിലെ സജീർ കോപ്പം. ഓ, അത് പറയണ്ട. ആ പാട്ടുകളൊക്കെ ഭയങ്കര അല്ലെ, ഉള്ളിൽ കൊള്ളുന്ന ഓരോ പാട്ടുകളാണ്. അപ്പോൾ സജീറിൻ്റെ ഒരു പാട്ട് പാടിയൊക്കെ അതേപോലെ തെറ്റുകളുടെ ക്ഷമിക്കണം. സജീറിന് ഒരുപാട് ഫാൻസ് ഉണ്ടാവും. നമ്മളെ അതെ, ആ ലെവലിലൊന്നും എത്തിയില്ല. എന്നിരുന്നാലും നിങ്ങളൊക്കെ സഹകരിക്കുക അല്ലേ? അതെ. ചഷകമായി ഒഴുകുമോ പ്രാണനിൽ നിന്നനുരാഗം, അമൃതമായി നിറയുമോ നോവുമാത്മരാഗത്തിൽ, കാണാക്കിനാവിൽ കണിയാകുമോ നീ കാണുന്നിലാവിൽ മായാതെ മാഞ്ഞോ, മായാക്കിനാവിൽ മഴയാകുമോ നീ മായാതെ മഴവില്ലിൻ കുടയായി മാറോ, ആത്മാവിലെ ആനന്ദമേ ആരാരുമറിയാതെ കാക്കുന്നു ഞാൻ, ആളുന്നൊരീ
തീനാളമായി അലയുന്നൊരരിവേന പ്രണയാർദ്രവേ നീ എന്നെഞ്ചിൽ പൊൻവാനിൽ മിന്നുന്നൊരഴകാർന്നൊരലിവിൻ്റെ ഉയിരാകുമോ നീ കനിവായി തെളിയുന്നൊരാകാശ ചെരുവിൽ ഞാൻ അലയുന്നൊരലയായിരാ കാണാക്കിനാവിൽ കണിയാകുമോ നീ കാണും രാവിൽ മായാതെ മാഞ്ഞോ പാട്ട് ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. നമ്മുടെ സജീർ കൊപ്പത്തിനോടൊക്കെ കിടപിടിക്കുന്ന പാട്ട് തന്നെയായിരുന്നു. സംഭവം അത്ര വലിയ കലാകാരനായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല എങ്കിലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ നാട്ടുകാരനാണ്, അതുകൊണ്ട് തന്നെ നാളെ ഉയർന്നു വരേണ്ട ഒരു കലാകാരനാണ്. അപ്പോൾ നമുക്ക് വേണ്ടി വീണ്ടും ഒരു പുതിയ ഗാനത്തിലോട്ട് പോലെ ഏതെങ്കിലും ഒരു അടിപൊളി അല്ലെങ്കിൽ നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ജനങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഇമ്പമുള്ള ഒരു പാട്ട്. അപ്പോൾ നമുക്കിടയിലോ ഇനിയൊരു കിടിലൻ എന്താ ഇപ്പോഴത്തെ യുവാക്കൾക്കിടയിൽ തരംഗമായിട്ടുള്ള ഡാബ്സിയിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റുമോ? പാടി നോക്കാം നമുക്ക്. പാടി നോക്കല്ലേ? ഇതിൽ നമുക്ക് പറയാനുള്ളത് ഡാബ്സിന്റെ ഫാൻസ് ഒന്നും നമ്മളെ കൊല്ലരുത്. അതെ, തെറി പറയരുത്. ചിലപ്പോ ഹേറ്റേഴ്സ് ആയിരിക്കും അധികം ഉണ്ടാവാറ്, അധികം കമന്റിലൊക്കെ അധികം ഹേറ്റേഴ്സ് ഉണ്ടാവാറ്. പക്ഷെ നല്ലൊരു പാട്ടുകാരനാണ് അല്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരൊക്കെ നല്ലൊരു പാട്ടുകാരൻ തന്നെയാണ്, നമുക്ക് അവരെ എതിർക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഡാബ്സിയുടെ ആ മനോഹര ഗാനത്തിലോട്ട് പോകണം. കിനാവിൽ മാളിക പണിയണ മാറ്റത് തീർക്കണ കാറ്റിവനാണേ സയാറയിലാണവനേറിയ നേരവും പാഞ്ഞു മറഞ്ഞു വളർന്നേ റഫാഹിയ ചൂടി നടക്കണ ചൂരതിലേറിയ സുബകവനാണേ ദഹാബിന് വേണ്ടി നടക്കണ കിസയതുപോലൊരു പാട്ടവനാണേ ദിനാറിന്റെ പായിൽ കിടന്നാണ് തൂക്കം മസറാട്ടി കൂട്ടിൽ ഇരുന്നാണ് പോക്കും എടുക്കുന്ന നോട്ടിൽ കടം കൊണ്ട കാറ്റൽ അടിഞ്ഞാണ് പൂട്ടി അണക്കിട്ട് കൂട്ടി പിറന്നു പാതിരകൾ തിരഞ്ഞ താരകങ്ങൾ നിറഞ്ഞ നാൾ വഴിയിൽ അലഞ്ഞു നൊറിഞ്ഞ കടൽ നൊറിഞ്ഞു മറിഞ്ഞു പല പകലും ഇരവും അതിൽ അടിച്ചു തഴിച്ചു പിടിച്ചുലച്ചേ തിരഞ്ഞു പാതിരകൾ തിരഞ്ഞ താരകങ്ങൾ നിറഞ്ഞ നാൾ വഴിയിൽ അലഞ്ഞു നൊറിഞ്ഞ കടൽ നൊറിഞ്ഞു മറിഞ്ഞു പല പകലും ഇരവും അടിച്ചു തഴിച്ചു പിടിച്ചുലച്ചേ. പാട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. സംഭവം ഡാബ്സി എന്ന് പറഞ്ഞാൽ വലിയൊരു ഗായകനാണ്. സംഭവം ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഇപ്പോൾ പോയി പാടുന്നുണ്ട്. ലണ്ടനിൽ വരെ പോയിട്ടുള്ള പാട്ട് പാടിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ആ പാട്ടിനോട് നീതി പുലർത്തുന്ന രീതിയിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. സംഭവം അടിപൊളിയായിരുന്നു. ചെഞ്ചോര ചുണ്ടിണയുണ്ട് നല്ല മുഞ്ചുള്ള താമര ചെണ്ട് ചെഞ്ചോര ചുണ്ടിണയുണ്ട് നല്ല മുഞ്ചുള്ള താമര ചെണ്ട് ബദറൊത്ത പെണ്ണിൻ്റെ കൽവിൽ റബ്ബ് കുതിരത്തൊളിപ്പിച്ചു ചേലി ബദറൊത്ത പെണ്ണിൻ്റെ കൽവിൽ റബ്ബ് കുതിരത്തൊളിപ്പിച്ചു ചേലി കസവണിഞ്ഞ തേക്കിനാക്കൾ പൂക്കളായി വിരിഞ്ഞു കാറകന്ന മാനസത്തിലമ്പിളി തെളിഞ്ഞു കസവണിഞ്ഞ തേക്കിനാക്കൾ പൂക്കളായി വിരിഞ്ഞു കാറകന്ന മാനസത്തിലമ്പിളി തെളിഞ്ഞു പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്കും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് സൈനബാ ബീവി. ഒരു അടിപൊളി മാപ്പിള പാട്ട് തന്നെയായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഇപ്പോഴും നമ്മളെ യൂട്യൂബിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു. ഇനി നമുക്ക് ഏത് പാട്ടാണ് പാടാൻ പറ്റുള്ളത്? ഏതെങ്കിലും ഒരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ക്ലോസ് ചെയ്യാൻ പോവാണ്. ऐसा लहरा के तू रूबरू आ गई ऐसा लहरा के तू रूबरू आ गई धड़कने से बेतहाशा तड़पने लगी धड़कने बेतहाशा तड़पने लगी मेरे
रश के कमल तूने पहली नजर, मेरे रश के कमल तूने पहली नजर, जब नजर से मिलाई मजा आ गया, मेरे रश के कमल तूने पहली नजर, मेरे रश के कमल तूने पहली नजर, जब नजर से मिलाई मजा आ गया, मेरे रश के कमल तूने पहली नजर, मेरे रश के कमल तूने पहली नजर, जब नजर से मिलाई मजा आ गया, जब नजर से मिलाई मजा आ गया, जब नजर से मिलाई मजा आ गया. അടിപൊളി കേട്ടോ. സംഭവം ഉണ്ടല്ലോ, എല്ലാ മേഖലയിലും ഇപ്പോൾ കൈവച്ചിട്ടോ. ബോളിവുഡായി, മലയാളമായി, മാപ്പിളപ്പാട്ടായി. അപ്പോൾ എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? എന്താണ് സ്റ്റേജിലൊക്കെ പാടാനൊക്കെ താല്പര്യങ്ങളൊക്കെ ഉണ്ടോ? ചെറുതായിട്ട് ഇങ്ങനെ പോകാറുണ്ട് പരിപാടികൾ. അപ്പോൾ ഇനി എവിടുന്നെങ്കിലും കോഴിക്കോട് എവിടുന്നെങ്കിലൊക്കെ പാട്ടുകാരൊക്കെ വിളിക്കുകയാണെങ്കിൽ പോകാൻ റെഡിയല്ലേ? പോകലുണ്ട്. പോകാറുണ്ടല്ലേ? അവതരിപ്പിക്കല്ലേ? ഓക്കെ. അപ്പോൾ ഏതെങ്കിലും വലിയ വേദികളിലൊക്കെ ചാൻസ് കിട്ടുകയാണെങ്കിലോ? എല്ലാവരും ഏത് പാട്ടുകാരാ ഏത് കലാകാരന്മാരായാലും ഒരാഗ്രഹമാണല്ലോ. അതെ, വലിയ വേദി കിട്ടാൻ താല്പര്യം ഉണ്ടല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഉണ്ടല്ലോ കൂടെ നമ്മളെ ഗിറ്റാർ വായിച്ചിരുന്ന ആളെ പേരെന്ന് പറയാൻ പറ്റുമോ? ഗിറ്റാർ കീശേരി നമ്മളെ സ്റ്റുഡിയോ ആണത്, സെഹ്റാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോ. ഇവിടുത്തെ എഞ്ചിനീയർ ആണ്, സൗണ്ട് എഞ്ചിനീയർ ആണ് ഷഹീദ് കോട്ടക്കൽ അല്ലേ? ഒരുപാട് ക്യാമറക്ക് മുന്നിൽ വരുന്നില്ല. ഒരുപാട് വലിയ ആർട്ടിസ്റ്റാണ്, എഞ്ചിനീയർ ആണ്, മ്യൂസീഷ്യനാണ്. പാട്ടൊക്കെ പാടും? പാട്ട് പാടും. അതുപോലെ ഗിറ്റാറിസ്റ്റാണ്. പ്രോഗ്രാമിംഗ്, സൗണ്ട് പ്രോഗ്രാമിംഗ് ഉണ്ടല്ലോ, മ്യൂസിക് പ്രൊഡക്ഷൻ എല്ലാം ചെയ്യല്ലേ? അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.